ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ലാമിനെ എണീപ്പിച്ച് മഞ്ഞ് കാണാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ എണീപ്പിച്ച് പുറത്തിറക്കിയത് കേട്ടോ. സാധാരണ ഞാൻ അവളെ പുറത്തിറക്കാറില്ല, പക്ഷെ ഇന്ന് ഒന്ന് പുറത്തിറക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടുന്ന് വീട് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയും മഞ്ഞൊന്നും ചിലപ്പോൾ കാണാൻ പറ്റിയെന്ന് വരില്ല. നമ്മൾ ഏത് ഏരിയയിലാണ് വന്ന് ചെന്ന് പെടണമെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവളെ ഒന്ന് എണീപ്പിച്ചതാണ് രാവിലെ തന്നെ കേട്ടോ. അവൾക്കാണെങ്കിൽ ചെറിയ കുഞ്ഞു കുട്ടികളുടെ സ്വപ്നങ്ങളൊന്നും അല്ല കേട്ടോ. അവൾക്ക് കാശ്മീർ പോകണം, മഞ്ഞ് അങ്ങനെയൊക്കെ പറയാം. അപ്പോൾ വീഡിയോസിൽ ഇങ്ങനെ കാണുമ്പോൾ അവൾ എപ്പോഴും പറയും, ഇത് എവിടുന്നാ, ഇത് ഏത് മഞ്ഞാ, ഇത് എവിടെ, ഇത് നമ്മളെ പാടാണല്ലോ, എന്താണെന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ വേറെ ദിവസം കാണിച്ചു തരാം. അങ്ങനെ പിന്നെ ഞാൻ ആ പണിയാളൊക്കെ ചെയ്യുമ്പോൾ ഞാൻ അങ്ങനെ മറക്കുന്നതാണ്, അവളെ കാണിക്കാൻ വേണ്ടിയിട്ട് മറക്കും കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ അവളെ ഒന്ന് എണീപ്പിച്ച് കൊടുത്തിട്ട് വീഡിയോസ് ഒന്ന് ഡയറക്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് കുറച്ച് മഞ്ഞ് കുറവാണ് കേട്ടോ, എന്നാലും കുഴപ്പമില്ല. ഏനെ രാമി ആദ്യമായിട്ടൊന്ന് നേരത്തെ എണീറ്റാട്ടോ. അങ്ങോട്ടല്ല പോവാ, ഇങ്ങോട്ട് പാടത്ത്. ലാമി ആദ്യമായിട്ടൊന്ന് നേരത്തെ എണീറ്റ് ഈ മഞ്ഞ അവൾക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ടായില്ല. അവൾക്ക് ഏറ്റവും വലിയൊരു ആഗ്രഹമായി ഈ ചെറുപ്രായത്തിൽ തന്നെ കാശ്മീർ കേട്ടോ. കാശ്മീർ പോകുകയൊക്കെ എന്നോട് ചോദിക്കുന്നത് കേട്ടോ. അവളെ എക്സ്പ്രഷൻ നോക്കാം കേട്ടാ. എൻ്റെ മോൻ കേട്ടോ. ലാമിയെ കണ്ടോ? അപ്പം മഞ്ഞ് കണ്ടോ? ലാമി ഇതിൻ്റെ മുന്നേ മഞ്ഞ് കണ്ടിട്ടുണ്ടോ? ഇല്ല. ഞാൻ ഇറക്കിയതാണ്, പുറത്തിറക്കിയതാണ്. സംഭവം ജനലിൻ്റെ ഉള്ളിൽ കൂടെ പോലും ഇത് നോക്കിയിട്ടില്ല. എണീറ്റ അകത്തു കൂടെ നല്ലതാണ് കേട്ടോ. ഇതിപ്പോൾ എന്താ സംഭവം എന്ന് വിചാരിച്ചു. പക്ഷെ ഇന്ന് കുറച്ച് കുറവാണ് കേട്ടോ. ഇന്ന് കുറച്ചൊരു ഇതുണ്ട്, എന്നാലും കുറേ ദൂരത്തേക്ക് നോക്കുമ്പോൾ ഭയങ്കരമാണ്. എങ്ങനെയുണ്ട് രാമിയെ? ഇഷ്ടപ്പെട്ടോ? മഞ്ഞ് ഇഷ്ടപ്പെട്ടോ? ഞാൻ സ്ഥിരമായിട്ടൊന്നും ഇവിടെ കാണിച്ചു കൊടുക്കല്ലോ കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അത് പകൽ കാണാമെന്നല്ലാതെ കണ്ട ഈ റോഡിൽ കൂടെ കുറേ ആളുകൾ നടന്നു പോകണം. പകൽ കാണിക്കുകയാണ് ഞാൻ ചെയ്യുക. അപ്പോൾ ഇതെന്ത് മഞ്ഞമ്മ, പിന്നെ ഇത് ഊട്ടിയാണോ എന്നൊക്കെ ചോദിക്കുന്നോട്. അവൾ ഊട്ടിയിൽ ഭയങ്കര തണുപ്പാണെന്ന് കേട്ടപ്പോൾ അവളെ വിചാരം കാശ്മീരത്തെ പോലെ ഭയങ്കര മഞ്ഞ്, എന്താ പറയുക, ഇങ്ങനെ വാരി വെതറി എറിയാൻ പറ്റും എന്നൊക്കെയാണ് അവൾ വിചാരം. അങ്ങനെ മഞ്ഞ് ഇങ്ങനെ കയ്യിലെടുത്ത് എറിയണം എന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും കാശ്മീരിൻ്റെ കാര്യമാണ് പറയുന്നത്. പക്ഷേ ഊട്ടി എന്നാണ് കേട്ടോ പറയുക. അവൾക്ക് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകാൻ ഭയങ്കര ആഗ്രഹം, പക്ഷെ കൊണ്ടുപോകാൻ ഓരോ ഇതിൽ പറ്റിയിട്ടില്ല. പിന്നെ ഇത് കണ്ടപ്പോൾ നിങ്ങളെന്താ കിണറിൻ്റെ ഭാഗം വൃത്തിയാക്കാത്തതെന്ന് ചിലർ ചോദിച്ചിരുന്നു കേട്ടോ. ഇവിടെ നേരെ മേലെ ഈ ഒരു സംഭവമാണ്, ഇതെന്താണ്, സപ്പോട്ട മരം, ചിക്കു. അപ്പോൾ ഇത് നേരെ ഡയറക്റ്റ് ഇങ്ങോട്ടാണ് ചാടുന്നത്. അതൊന്ന് നമ്മൾ എത്ര വൃത്തിയാക്കിയാലും അത് വൃത്തിയാവില്ല. പിന്നെ അതല്ല, ഈ ഭാഗത്ത് നിന്നല്ല, ഇതിപ്പോൾ കാടൊക്കെ വെട്ടിത്തെളിച്ചാട്ടോ അടുത്ത്. കാരണം ഭയങ്കര പാമ്പിൻ്റെ ശല്യമാണേ. അതുകൊണ്ട് ഈ ഭാഗത്തേക്ക് ഞാൻ ഇറങ്ങില്ല. ആദ്യമൊക്കെ ഞാൻ നിങ്ങളിവിടെ വാടകയ്ക്ക് താമസിച്ച ഉടനെയൊക്കെ ഈ ഭാഗത്തൊക്കെ ഇറങ്ങി ഈ സംഭവങ്ങളൊക്കെ ഞാൻ റെഡിയാക്കിയിട്ടിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയാണ്. കാരണം പാമ്പിനെ സ്ഥിരമായിട്ട് ഇറങ്ങിയിട്ടേ. പിന്നെ ഇപ്പോൾ ഇത് മൊത്തം മൂടിയിട്ടത്, അതിൻ്റെ അടിയിലേക്കൊന്നും ചാടൂല. ഈ വലയൊക്കെ ഒന്ന് മാറ്റിയിടണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഞാൻ ഒറ്റയ്ക്ക് ശരിയാവില്ല, എല്ലാവരും കൂടി വേണം. ഭയങ്കര ഡേഞ്ചറാണത്. ഇവിടെ നല്ല പാമ്പ് ശല്യമാണ്. ഇങ്ങനെ നോക്കുന്ന കാര്യമൊന്നുമല്ല, എവിടെയാണ് അതൊക്കെ പോയി കൂടുന്നതല്ല. പിന്നെ എനിക്ക് തോന്നുന്നു ആ ബാക്കിൽ കുന്ന് പോലുള്ള സ്ഥലം ഉണ്ടല്ലോ, അപ്പോൾ അവിടെ ഒരുപാട് മടകൾ ഹോളായിട്ട് നിൽക്കുന്നുണ്ട്, വലിയ വലിയ പൊത്തുകളാട്ടോ. അപ്പോൾ അതുകൊണ്ട് പേടിയാണ്. ഓരോരുത്തരുടെ ആഗ്രഹങ്ങളെ. നമുക്കൊക്കെ ചെറുപ്പത്തിൽ പിന്നെ തൊട്ട ടൗണിലേക്ക് പോകാനായിരുന്നു ആഗ്രഹം. ഇതിപ്പോൾ ഈ 3 വയസ്സ് 4 വയസ്സുകാർക്കൊക്കെ കാശ്മീരിലൊക്കെ പോകാനാണ് വലിയ ആഗ്രഹം കേട്ടോ. ചെറിയ ആഗ്രഹങ്ങളൊന്നുമല്ല. ഈ ഭാഗം മാത്രമേ ഉള്ളൂ ഞങ്ങൾക്കൊരു ഭംഗിയുള്ള സ്ഥലം കേട്ടോ. ബാക്കിയുള്ള മൊത്തം പേടിപ്പെടുത്തുന്ന സ്ഥലം കേട്ടോ, പ്രേതാലയം പോലെയാണ്. എങ്ങനെയുണ്ട് ബേബി? എങ്ങനെയുണ്ട്? കാണാല്ലേ? ഇവിടെ വീടുകളൊന്നും കാണാനല്ലോന്ന്. മഞ്ഞ് ഇഷ്ടപ്പെട്ടോ? ഞാൻ ഇത്രയും ദിവസമായിട്ട് ഞാൻ അവൾക്ക് ഇത് കാണിച്ചിട്ടില്ല കേട്ടോ. വീഡിയോയിൽ കാണുകയെന്നല്ലാതെ ഞാൻ ഇത്ര രാവിലെ അലർജി ഉള്ള ആളാണ്. അപ്പോൾ ഇത്രയും രാവിലെ ഒന്നും ഞാൻ അവൾക്ക് കൊടുത്ത് കാണിക്കൂല കേട്ടോ, കാരണം തുമ്മൽ തുടങ്ങും. ഇതാരാ ഇവിടെ വേറൊരാളിരിക്കണു? രാവിലെ തന്നെ മഞ്ഞിൽ വന്നിരിക്കണു കേട്ടോ. ഈ സംഭവം ഞങ്ങളവിടെ ഇതിന് ചെമ്പോത്ത് എന്നൊക്കെ പറയും. നിങ്ങളൊക്കെ അവിടെ എന്താണോ പറയില്ലേ? ലാമിയെ, ലാമിക്ക് ഏറ്റവും ആഗ്രഹം എന്താ? മഞ്ഞിലോ?
മഞ്ഞിൽ പോണെന്നോ? ഈ മഞ്ഞാണോ? ഈ മഞ്ഞാണോ? ഈ മഞ്ഞാണോ? ഈ കാണുന്ന മഞ്ഞാണോ? വാരി വെതർണോ? അതാ വാരി കളിക്കണ മഞ്ഞാണ് അത്ര ഇവൾക്ക് ഇഷ്ടം കേട്ടോ. അപ്പോൾ ഉദാഹരണം കാശ്മീർ അങ്ങനെയുള്ള സ്ഥലങ്ങൾ. ദൂരത്ത് പോവേ? മഞ്ഞിൽ പോകാനാ? അവിടെ പോയി കഴിഞ്ഞാൽ തുമ്മൽ തുടങ്ങും. അപ്പോൾ ശരിയാവില്ല. ആ മഞ്ഞ് ഇവിടെയൊക്കെ ഉണ്ടാവും, ഈ ഭാഗത്തൊക്കെ ഉണ്ടാവും, നമുക്ക് കാണാനായിട്ടാണ്. മനസ്സിലായോ? അതാ അങ്ങോട്ട് പോകാൻ പറ്റൂലേ. അവിടെ പോയി കഴിഞ്ഞാലേ തുമ്മും കേട്ടോ. അലർജി ഇല്ലല്ലേ ലാമിക്ക്? അലർജി ഇല്ലേ? ചിരിച്ച ചിരിക്ക്. നമ്മൾ ലാമിൻ്റെ ചിരിച്ച മുഖല്ലേ എപ്പോഴും കാണലുള്ളൂ. ഇങ്ങനൊരു നാഗവല്ലീനെ കാണലില്ലല്ലോ അല്ലേ? ഇതാണ് നാഗവല്ലി. ലാമിയെ അതാ ഇതാണ് പിണങ്ങി. എങ്ങനെയാണ് കേട്ടോ, ഇങ്ങനൊരു കൈ കെട്ടിക്കും. എത്തുകാതെടി എന്താടി. ലാമി ഇവിടെ പിണങ്ങിക്കാണ് കേട്ടോ. ഞങ്ങൾ കംപ്ലീറ്റ് ആൾക്കാർ ഈ അലർജിൻ്റെ ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് ഈ തുമ്മലും പ്രശ്നങ്ങളും. എനിക്കൊക്കെ രാവിലെ സൗണ്ട് തന്നെ മര്യാദക്കുള്ള സൗണ്ട് കുറച്ച് കാലങ്ങളായിട്ടില്ല. കാരണം എന്തൊക്കെയോ ഒരു സൗണ്ടാണ്. കാരണം ജലദോഷവും പ്രശ്നങ്ങളുമായിട്ട് മാസങ്ങളോളമായി എല്ലാവർക്കും ഉണ്ട്. സൗണ്ടിനും ചുമയും സൗണ്ടൊന്നും ഇല്ല ഇപ്പോൾ എല്ലാവർക്കും. വേറെ എന്തൊക്കെയോ സൗണ്ടാണ്. സംഭവം ഇങ്ങനെയല്ല ഞങ്ങളെ സൗണ്ട്. അല്ലേ ബേബിയെ? പിണങ്ങിയോ? നമുക്ക് അകത്ത് പോവാ. മഞ്ഞ് തലയിലൊക്കെ അടിച്ച് കഴിഞ്ഞാൽ വീണ്ടും തുടങ്ങും, പനിയൊക്കെ വരും. നടക്ക്. ഈ ഭാഗത്തൊക്കെ ഉണ്ടാവും, നമ്മൾ കാണാഞ്ഞിട്ടാണ്. നോക്ക്, നമ്മൾ ഈ നിൽക്കുന്നിടത്തൊക്കെ മഞ്ഞുണ്ടാവും, നമ്മൾ കാണാഞ്ഞിട്ടാണ്. നമ്മൾ അവിടെ പോയിട്ട് ഇങ്ങോട്ട് നോക്കിയാൽ ഇവിടെ വീടൊന്നും കാണൂല. എനിക്ക് നടക്ക് പോവാ. എന്തത് ഞങ്ങൾ പിണങ്ങി കഴിഞ്ഞാലുള്ളൊരു ഇതാട്ടോ സിഗ്നൽ ഇങ്ങനെയാണ്. നെഞ്ചത്തേക്ക് 2 കൈ ഇങ്ങനെ കെട്ടി നിൽക്കും. വാ, കാശ്മീർ പോണ്ടേ നമുക്ക്? കാശ്മീർ പോകണോ? നമുക്ക് പൈസയൊക്കെ ആയിട്ട് നമുക്ക് കാശ്മീർ പോകണം കേട്ടോ. ഒരുപാട് കാലം കഴിഞ്ഞിട്ട്. ഓക്കെ, പോണ്ടേ? അപ്പോൾ ശരിയല്ലേ? ഓക്കെ, ശരിയാണല്ലോ റബ്ബേ. ഇതെന്തരീ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ ചെരുപ്പ് ഊരിട്. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരാം. ഓക്കെ, ബായ് എന്ന് പറയും ലാമി. ബായ് പറയും. പടച്ചോനെ, ഇത് ഇവിടുത്തെ മഞ്ഞ് കാണാനാണോ അതോ കാശ്മീർ പോകാനാണോ ഈ പണിങ്ങിയിരിക്കണേ? ഡി ലാമിയെ, എന്താ പ്രശ്നം? നോക്കട്ടെ, നോക്ക്. കാശ്മീർ പോകാനാണോ അതോ ഇവിടുത്തെ മഞ്ഞ് കാണാനാണോ? ഇന്നത്തെ ദിവസം രാവിലെ തന്നെ പോയിട്ടോ. മഞ്ഞ് കാഴ്ച കാരണം മൊത്തം കയ്യിൽ നിന്ന് പോയി എന്നാ തോന്നണേ. ലാമിയെ, 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 ഇതാരോടെങ്കിലും പറയാൻ പറ്റുമോ? ഇവിടുത്തെ മഞ്ഞ് കാണാനാണോ? കാശ്മീർ പോകാനാ? പടച്ച റബ്ബേ, കാശ്മീർ എപ്പോൾ പോണോ? ഇപ്പോൾ പോണോ? ഇവിടുത്തെ മഞ്ഞ് കണ്ടാ പോരെ? വൃത്തിയായി. നമുക്ക് പോകണം കേട്ടോ. ലാമി വീഡിയോ ഒക്കെ ചെയ്ത് യൂട്യൂബിൽ പൈസയൊക്കെ കിട്ടിയിട്ട് നമുക്ക് ആ പൈസ കൊണ്ട് കാശ്മീർ പോകാം. ഓക്കെ, ഇൻഷാ അള്ളാ എൻ്റെ മോളെ ആഗ്രഹം നടക്കട്ടെ. അല്ലേ ബേബിയെ? എൻ്റെ മോളെ ആഗ്രഹം നടക്കട്ടെ. ആമീൻ എന്നറിയും. ഇതിപ്പോൾ ഇത് നടക്ക് പോകില്ലേ റബ്ബേ? നമ്മൾക്ക് കുറുമ്പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസം ഭക്ഷണമില്ല, ഒന്നുമില്ല, അങ്ങനെ ഇരിക്കും. ഞാൻ തന്നെ മറ്റേ വടി കൊടുത്ത് അടി വാങ്ങി പറഞ്ഞ പോലെയല്ല അപ്പോൾ ഇത്. രാവിലെ വിളിച്ച് എണീപ്പിച്ച്. ഏതായാലും ലാമിൻ്റെ സ്വഭാവം വൃത്തികെട്ട സ്വഭാവമായി മാറി. അപ്പോൾ ഇൻഷാ അള്ളാ ഞങ്ങളിനി അടുത്ത വീഡിയോ ആയിട്ട് ഉച്ചക്ക് വരാം കേട്ടോ. കുറേ ആളുകൾ പേരൊക്കെ കമൻറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അവൾ പേരൊക്കെ വായിച്ച് പറഞ്ഞു തരും. അല്ലേ ബേബിയെ? അല്ലേ, നല്ല വീഡിയോ ഇല്ലേ? നമ്മൾ വീഡിയോ ചെയ്യുമോ ലാമി? പേരൊക്കെ പറഞ്ഞിട്ട് കുട്ടികളുടെ ഫ്രണ്ട്സിൻ്റെ പേര് പറയുമോ? അവളെ മൂഡ് ശരിയല്ല. അപ്പോൾ ഞങ്ങൾ നല്ല സമയം നോക്കി
വീഡിയോസ് ചെയ്യാം കേട്ടോ ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും. നമ്മളെ സംബന്ധിച്ച് വീട്, വാടക, കടം, അങ്ങനെ ഓരോ പ്രശ്നങ്ങളും ഓരോ ദിവസങ്ങളുണ്ടാവും. പക്ഷേ ഇവളെ സംബന്ധിച്ച് ഊട്ടി, മൈസൂർ, കൊടൈക്കനാൽ, അതുപോലെ കാശ്മീർ, ഇങ്ങനെയൊക്കെയാണ് സ്വപ്നങ്ങൾ കേട്ടോ. പിന്നെ ഇപ്പോൾ സ്വപ്നം കാണാൻ പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ, അതുകൊണ്ട് ഇവരങ്ങനെ കാണട്ടെ. ഇപ്പോഴല്ലേ കാണാൻ പറ്റുള്ളൂ അല്ലേ. നമുക്കാണെങ്കിൽ അങ്ങനെയുള്ള സ്വപ്നങ്ങൾ കാണാൻ പോലും പറ്റാത്ത മാനസിക അവസ്ഥയായിരിക്കും. ഇവള് ഈ യൂട്യൂബിലും മറ്റുള്ള വീഡിയോസൊക്കെ കാണുമ്പോൾ, വ്ളോഗൊക്കെ കാണുമ്പോൾ, ഈ കാശ്മീരിൽ പോയിട്ടുള്ള വ്ളോഗുകളൊക്കെ ഓരോരുത്തർ ചെയ്യുമല്ലോ. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ മഞ്ഞിൽ കിടന്ന് ഉരുളണതും മഞ്ഞ് വാരി വെതർണതൊക്കെ കണ്ടിട്ട് കുറേ കാലമായി ഇങ്ങനെയുള്ള സ്ഥലത്ത് പോവുക, ഇതെവിടെയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും, ഞങ്ങളിത് കാശ്മീർ എന്ന സ്ഥലത്താണ്, ഒരുപാട് പൈസയൊക്കെ വേണം, ഒരുപാട് ദൂരമാണെന്നൊക്കെ പറയും. അപ്പോൾ എനിക്ക് അവിടെ പോകണമെന്ന് പറയുമ്പോൾ ഇൻഷാല്ലാ നമുക്ക് പോകണം കേട്ടോ പറയും. ഇപ്പം ഇന്ന് മഞ്ഞും കൂടി കണ്ടപ്പോൾ അവൾക്ക് പ്രശ്നമായതാണ് കേട്ടോ. പിന്നെ അവളുടെ ഒരു ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കോഴിക്കോട് ഹൈലൈറ്റ് മാളിൽ ഇങ്ങനെ എന്തോ ഒരു സംഭവമുണ്ട്, മഞ്ഞ് ഒക്കെ ഉള്ളൊരു സംഭവമുണ്ട്. അത് പക്ഷേ ഭയങ്കര ചാർജാണെന്ന് പറഞ്ഞു. ഒരാൾക്ക് തന്നെ 700-800 രൂപയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ 1-2 ആൾക്കാർ മാത്രം പോയി കഴിഞ്ഞാൽ ഒരു സന്തോഷം ഉണ്ടാവില്ലല്ലോ. നമ്മളെ മറ്റുള്ള മക്കളും എല്ലാവരും കൂടി ഉണ്ടാകുമ്പോഴല്ലേ ഒരു ഹാപ്പിനെസ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് പിന്നെ അങ്ങനെ പോകാതിരുന്നതാണ്. അല്ലെങ്കിൽ അവളെ മാത്രം കൊണ്ട് പോകാനുള്ളൊരു മൂഡിൽ സത്യം പറഞ്ഞാൽ എനിക്ക് എല്ലാവരും വേണം, അല്ല ഒറ്റയ്ക്ക് പോകണതൊന്നും എനിക്ക് താല്പര്യമില്ല. അവൾക്ക് പുറത്ത് പോകുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള കാര്യം കേട്ടോ. ആദ്യമൊക്കെ പാർക്ക്, ബീച്ച് അങ്ങനെയൊക്കെ ആയിരുന്നു. പാർക്ക് പോയി കഴിഞ്ഞാൽ ഒരു റെസ്റ്റ് ഇല്ലാത്ത ഓട്ടം തന്നെയായിരിക്കും. പക്ഷേ ഇപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയില്ല. ഇപ്പോൾ ഇതുപോലെ കുറച്ച് ഹൈ ലെവലുള്ള സാധനങ്ങളാണ് പറയുന്നത്. സ്വപ്നം കാണാൻ പിന്നെ പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ, അപ്പോൾ അവർ കാണട്ടെ. ഞങ്ങൾ അകത്ത് വന്ന് ഇങ്ങനെ പണിഞ്ഞിരിക്കാം കേട്ടോ, മാന്തി കൽപ്പിച്ചിട്ട് അല്ലേ പറഞ്ഞ എത്രയും ദിവസം നല്ല കുട്ടി എന്ന് പറഞ്ഞവരൊക്കെ ഒന്ന് മാറ്റി പറയില്ലേ. രാമിയെ എന്താ പ്രശ്നം? പാടത്ത് പോകാനാ? പിന്നെ മഞ്ഞ് പോകാനാ? അപ്പൊ മഞ്ഞ് പാടത്തില്ലേ? ഈ പാടത്തെ മഞ്ഞ് പോയാൽ മതിയാ? വാരി കളിക്കണം മഞ്ഞിൽ പോണോ? അപ്പൊ ജലദോഷം പിടിക്കൂലേ? ജലദോഷം പിടിക്കൂല? അപ്പോൾ ഗെയ്സ് ഞങ്ങൾ കാശ്മീർ പോയിട്ട് വീഡിയോ ചെയ്യേണ്ടത് പറയും. അങ്ങനെ പറയും ഉഷാറാവ്. ഓക്കെ അറിയാം കാശ്മീരൊന്നും ഇപ്പോൾ പോകില്ല എന്നുള്ളത്. ഇപ്പം അകത്ത് കയറിയിട്ട് ഇവിടെ സ്വഭാവം ശരിയായിട്ടില്ല കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരാം അല്ലേ. ബായ് എന്ന് പറയും, ബായ് എന്ന് പറയടി. ഇപ്പം മൊത്തം കയ്യിൽ നിന്ന് പോയി. കാരണം എല്ലാവരും എന്ത് വിചാരിക്കുക, അമ്മ ചീത്ത കുട്ടിയാണ് വിചാരിക്കൂലേ. ഡി എന്താ ബായ് എന്ന് പറയും ബേബി. ആ ചിരിക്ക് ചിരിക്ക് ലാമി ചിരിക്കടി. ഇങ്ങോട്ട് നോക്കിയിട്ട് ചിരിക്ക്. എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ ഉണ്ടാവും, കുറേ ഫ്രണ്ട്സുകളൊക്കെ ഉണ്ടാവും. ബായ് എന്ന് പറയും. ആ കുട്ടി നന്നായി കേട്ടോ. അപ്പം നല്ല കുട്ടിയായി അല്ലേ. അപ്പോൾ ഇനി ഞങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം. പിന്നെ വേറെന്താ? അപ്പോൾ ഞങ്ങൾ കാശ്മീരിൽ പോയിട്ടുള്ള വീഡിയോസ് ഇടാം അല്ലേ. അവൾക്ക് മനസ്സിലായിക്കോളൂ കേട്ടോ ഞാൻ പറ്റിക്കണമെന്നുള്ളത്. വീഡിയോ ഒക്കെ പിടിച്ച് എഡിറ്റ് ചെയ്ത് എല്ലാം റെഡി ആയി വന്നപ്പോഴേക്കും അവസാനം ഇങ്ങനെ പാടത്തേക്ക് നോക്കുമ്പോൾ പാടം ഇതുപോലെ ആയിട്ടുണ്ട് കേട്ടോ. മഞ്ഞൊക്കെ പോയി വെയിലൊക്കെ ആയി അടിപൊളിയായിട്ടോ. അപ്പോൾ ആ വീഡിയോ കൂടി ഒന്ന് എടുത്ത് ലാസ്റ്റ് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവർ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, താങ്ക് യു. അസ്സലാമു അലൈക്കും.